വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്ക് മാർക്കറ്റ് എന്നുള്ള നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നത്. 88,806 എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഫെർദർ ഡൗണിലേക്ക് പോയത്. അപ്പോൾ ഇത്ര വലിയ ക്രാഷ് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്താ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താക്കാം, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു അനലൈസ് നോക്കാം. ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുവാണെങ്കിൽ ട്രംപിൻ്റെ 2 ന്യൂസസ് തന്നെയാണ് മെയിൻ റീസൺ. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിനെ നല്ല രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ട്രംപ്. ചൈനയുടെ താരിഫ് 10% നിന്ന് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 4 മുതൽ 25% താരിഫ് കാനഡേൻ്റെയും മെക്സിക്കോൻ്റെയും മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റീസൺസും മാർക്കറ്റിനെ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ടെക്നിക്കൽ അനലൈസിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്കിവിടെ 4 ഹവറിൻ്റെ അകത്ത് നമുക്ക് ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടായിട്ടും കൺഫർമേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കിവിടെ കാണാം ഹൈ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ കാണാം. അപ്പോൾ 4 ഹവറിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് കൺഫേം ആവണമെങ്കിൽ ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു അപ്സൈഡ് ആക്കിയിട്ട് കണക്കാക്കാം. അപ്പം ഇനി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് നടത്തണമെങ്കിൽ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന ഇതിൻ്റെ സ്വിംഗ് ലോ എന്താക്കണം, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന ഇതിൻ്റെ സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആക്കണം. 4 ഹവറിൻ്റെ അകത്ത് നമുക്കൊരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ ഈ 78 എന്ന് പറഞ്ഞ പോയിന്റ് എന്താവണം, ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഫെർദർ ഡൗണിലേക്ക് പോകണം. ഫെർദർ ഡൗണിലേക്ക് പോയാൽ പോലും ഇവിടെ 72-ലൊരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മേലോട്ടേക്ക് പോകാനും ചാൻസ് കാണുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്, റെസിസ്റ്റൻസിലേക്ക് ഒരു റീട്രസ്റ്റ്, വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബിയറിഷ് മാർക്കറ്റ് കൺഫർമേഷൻ നമുക്ക് നടത്താം. പക്ഷേ ഇതൊരു മോസ്റ്റ് വേസ്റ്റ് സെനാറിയോ ആണ്. അതേപോലെ അത് നടക്കാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കുറവാണ്. നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സോണിലാണ്. ഈ സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ 4 ഹവറിൻ്റെ അകത്ത് വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് 1 ഡേ ക്യാൻഡലിൻ്റെ അകത്ത് മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണെന്നൊന്ന് നോക്കി നോക്കാം. ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഇന്നത്തെ ഡെയിലി ക്ലോസിങ് 88,800 എബവ് ആണെങ്കിൽ അതിനുശേഷം നമുക്കൊരു ഡെയിലിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഡെയിലി ക്ലോസിങ് ബിലോ ഈ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് 72 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മളിനി വീക്ക്ലി സെനാറിയോയിലേക്ക് പോവുകയാണെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിൽ ബുള്ളിഷാണ്. മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാണ്. നമുക്ക് ലാസ്റ്റ് വീക്കിലി ക്യാൻഡിൽ നോക്കിയാൽ കാണാം അവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഹണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പം നല്ലൊരു ബുൾ മൂവ്മെൻറ്റ് തരുന്നു അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നു അതിന് മുമ്പേ നമ്മളായിട്ടുള്ള നോർമലായിട്ടുള്ള ആളുകളെ മാർക്കറ്റ് മാക്സിമം പാനിക് ആക്കാൻ ശ്രമിക്കും. നമ്മളെ മാക്സിമം സെല്ലിപ്പിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് മാർക്കറ്റ് എത്തിക്കും. മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നമ്മളിപ്പം പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങോ SMC ട്രേഡിങ്ങോ ഇതിനെക്കാട്ടെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി ഓഫ് മണിയാണ്. നമ്മൾ ഡൗണിൽ വാങ്ങി അപ്പിൽ വിൽക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എത്തിയാൽ തന്നെ നമുക്ക് ക്രിപ്റ്റോൻ്റെ അകത്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് നല്ലൊരു അക്യുമുലേഷൻ സമയമാണ്. കുറേ ആൾട്ട് കോയിനിലെല്ലാം ചീപ്പ് റേറ്റിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഏതെല്ലാം ആൾട്ട് കോയിനാണ് ബെറ്റർ, ഏതെല്ലാം കോയിൻസാണ് ഈ സമയത്ത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയെന്നെല്ലാം നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫെർദർ മാർക്കറ്റ് അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.